പ്രകൃതി സൗഹൃദ ക്യാമ്പസിനായി മടപ്പള്ളി ഗവൺമെന്റ് കോളേജിൽ ബേർഡ്സ് കോർണർ പദ്ധതിക്ക് തുടക്കം. 1997-99 പ്രീ ഡിഗ്രി സയൻസ് ബാച്ചിന്റെ നേതൃത്വത്തിൽ കോളേജിലൊരുക്കിയ ബേർഡ്സ് കോർണർ 18-ന് ഔപചാരികമായി കോളേജിന് കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ. ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 14 വരെ നീണ്ടുനിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് 2025. മടപ്പള്ളി ഗവൺമെന്റ് കോളേജിലെ ബേർഡ്സ് കോർണർ പദ്ധതി ഓഗസ്റ്റ് 18-ന് നടക്കുന്ന ചടങ്ങിൽ ഔപചാരികമായി കോളേജിന് കൈമാറുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1997-99 പ്രീ ഡിഗ്രി സയൻസ് ബാച്ച് അലുമിനി അസോസിയേഷനാണ് അവരുടെ 25ാം വാർഷിക അലുമിനി സംഗമത്തിൽ കാലത്തിനും സമൂഹത്തിനും സസ്യജീവജാലങ്ങൾക്കും വരും തലമുറയ്ക്കും എന്നും പ്രയോജനകരമായ ബേർഡ്സ് കോർണർ പദ്ധതി പ്രഖ്യാപിച്ചത്. തുടർന്ന് കോളേജ് ബോട്ടണി വിഭാഗത്തിന്റെ മുൻ വിഭാഗാധ്യക്ഷൻ ഡോക്ടർ സുരേഷ് കുമാറിന് ഒരു ചെടി കൈമാറിക്കൊണ്ട് പൂർവ്വ വിദ്യാർത്ഥിയും പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനുമായ ഡോക്ടർ ദിലീപ് പദ്ധതി പ്രഖ്യാപനം നടത്തി. 2024 ഓഗസ്റ്റ് 15-ന് കോളേജ് പ്രിൻസിപ്പൽ ആദ്യ സസ്യം നട്ടുകൊണ്ട് ബേർഡ്സ് കോർണർ പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് ഔപചാരിക തുടക്കം കുറിച്ചു. തുടർന്ന് കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ കോളേജിൽ ഹരിതാഭരണത്താൽ സമൃദ്ധമായ ബേർഡ്സ് കോർണർ സാധ്യമാക്കി. 18-ന് നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങ് കേരള സംസ്ഥാന വനം വന്യജീവി വകുപ്പ് മന്ത്രി MK ശശീന്ദ്രൻ നിർവഹിക്കും. കോളേജ് പ്രിൻസിപ്പൽ ഷിനു PM അധ്യക്ഷനാവുന്ന ചടങ്ങിൽ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. അക്കേഷ്യ മരങ്ങളുടെ അതൊരു അധിനിവേശ ചെടിയാണ്. അതിൻ്റെ താഴെ മറ്റുള്ള ചെടികൾക്ക് വളരാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു സ്ഥലം കോളേജിൽ സമീപിച്ചപ്പോൾ KNDയുടെ സൈഡിലുള്ള ഒരു സ്ഥലമാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പഴയ ബിൽഡിംഗ് ഉള്ള സ്ഥലമായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ പെട്ടെന്നൊരു ചെടി നട്ടു പോകുന്നതിന് പകരം നമ്മൾ അവിടെ ആ ഒരു ചെടികൾക്ക് വളരാനുള്ളൊരു സാഹചര്യം ഒരു മാസത്തോളം എടുത്തിട്ടാണ് അവിടെ ഒരുക്കിയത്. അതിനുശേഷമാണ് നമ്മുടെ അന്യം നിന്ന് പോകുന്ന ചെടികൾ, ഒരുപാട് ചെടികളുണ്ട്. നമ്മളിപ്പോൾ കൂടുതലായിട്ടും നഴ്സറികളിൽ നിന്ന് ആശ്രയിക്കുന്ന ചെടികൾക്ക് പകരം നമ്മുടെ അമ്പഴവും നമ്മുടെ ഇലഞ്ഞിയും അതുപോലെ കായാമ്പൂവും പക്ഷികൾ ആശ്രയിക്കുന്ന സ്വർണ്ണപത്രിയും അങ്ങനെയുള്ള ചെടികളാണ് നമ്മളിവിടെ നട്ടതിന് ശേഷം നമ്മൾ സാധാരണ പറയാറുള്ളൊരു കാര്യമാണ് എല്ലാം നടാൻ എല്ലാവർക്കും കഴിയും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഉദ്ഘാടനത്തിന്റെ ചടങ്ങ് കാര്യങ്ങളൊന്നും നമ്മളൊരു ന്യൂസിലോ റിപ്പോർട്ടിലോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളത് ഡോക്യുമെന്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഇപ്പോൾ ആ ഒരു ഏരിയ, ഒരു കോൺക്രീറ്റ് വേസ്റ്റൊക്കെ ഉള്ള അധിനിവേശ സസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു 17 സെന്റ് സ്ഥലം ഇപ്പോൾ പക്ഷികൾക്ക്, കാരണം വൈകിട്ട് അവിടെ പോയാൽ കാണാൻ പറ്റും. നമ്മൾ ചെടികളിൽ ഒരു പ്രത്യേക സെലക്ഷൻ ശ്രദ്ധിച്ചിരുന്നു. കൂടുതലും അത് ഏതൊക്കെ രീതിയിൽ ആ മണ്ണിന് യോജിച്ച് അതുപോലെ വളരാൻ പെട്ടെന്ന് സാധ്യതയുള്ള ആ രീതിയിലുള്ള ചെടികളും അതിന് നമ്മൾ ടൈം ഇതായിട്ട് തന്നെ അതിന് വേണ്ട വളങ്ങളൊക്കെ നൽകിക്കൊണ്ട് എല്ലാ ചെടികളും നമ്മൾ നട്ട 43 ചെടികളും അവിടെ വളർന്ന് ചിലതൊക്കെ 2 മീറ്റർ ഒക്കെ പോയ ചെടികളായിട്ടുണ്ട്. 1 മീറ്ററിന്റെ മുകളിലായി. ഇപ്പം അവിടെ ആ ഒരു ഏരിയ ഇപ്പം അത്യാവശ്യം ആരും അങ്ങനെ ശ്രദ്ധിക്കാത്ത ഏരിയ ആയിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ അത് അവിടെ വരാൻ തുടങ്ങി. അതുമാത്രമല്ല വൈകിട്ടൊക്കെ അവിടെ നമുക്ക് സൈലൻ്റായിട്ട് വാച്ച് ചെയ്താൽ പക്ഷികളെ കാണാൻ പറ്റും. അങ്ങനെയുള്ള ചെടികൾ കായകൾ ഉണ്ടായി തുടങ്ങി. അപ്പം നമ്മളെ ഒരു ലക്ഷ്യം അതായിരുന്നു. നമ്മൾ സാധാരണ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം നിൽക്കുമ്പോഴേ നമ്മുടെ കോളേജിന് എന്തെങ്കിലും ചെയ്യാനുള്ള കുറച്ചിതുണ്ട്. പക്ഷെ മടപ്പള്ളി പോലുള്ള ഒരു സ്ഥലത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥലം നമുക്ക് കോളേജിന്റെ പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ തന്നപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ഏരിയനെ മാറ്റിയെടുത്തതാണ്. അത് ഈ വരുന്ന 18-ാം തീയതി നമ്മുടെ വനം മന്ത്രി ആ ഒരു ബേർഡ്സ് കോർണർ കൈമാറുന്ന ഒരു ചടങ്ങാണ് നടക്കുന്നത്. നമ്മുടെ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.